28 വയസ്സായുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ലൈഫിൻ്റെ പകുതി ജീവിതം ജീവിച്ചു എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, സെക്കൻഡ് ഹാഫിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഹാഫിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ കുറേ ബ്രോസ്റ്റ് കഴിച്ചു, കുറേ മന്തി കഴിച്ചു, കുറേ അൽഫാം കഴിച്ചു, രാത്രി 12 മണി വരെ ടർഫിൽ കളിച്ചു, അത് കഴിഞ്ഞ് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നു, പോയി കിടന്ന് ഉറങ്ങുന്നു, രാവിലെ 10 മണി വരെ കിടന്ന് ഉറങ്ങുന്നു, ജോലിക്ക് പോകുന്നു. ഇതുതന്നെയാണ് റെപ്യൂട്ടേഷൻ വരുന്നത്. ഇതേ ലൈഫ് വെച്ചിട്ട് നമ്മൾ ഈ സെക്കൻഡ് ഹാഫിലേക്ക് കടന്നു കഴിഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ യുവാക്കളുടെ അറ്റാക്കുകളുടെ എണ്ണം കൂടി വരികയാണ്. അതായത് നമ്മൾ പറയുന്ന കാരണം അത് കൊറോണ കൊണ്ടാണ് അല്ലെങ്കിൽ വാക്സിൻ കൊണ്ടാണെന്നുള്ളതാണ്. പക്ഷേ ഈ രണ്ട് കാരണങ്ങൾ ഉണ്ടാവാം. പക്ഷേ അതിലപ്പുറത്തേക്ക് ഈ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നം തന്നെയാണ്, നമ്മൾ ഫുഡ് ഹാബിറ്റ്സിൻ്റെ പ്രശ്നം തന്നെയാണ്. ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു ലൈഫ് നമുക്ക് മുന്നോട്ട് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് 30 വയസ്സ് അല്ലെങ്കിൽ 28 വയസ്സിന് ശേഷം നമ്മൾ ലൈഫിനെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യണം, നല്ല രീതിയിലുള്ള ഭക്ഷണം, ടൈമിലി ഭക്ഷണം കഴിക്കണം, നല്ല ഉറക്ക് നമ്മൾ വരുത്തണം. അതുപോലെ തന്നെ നമ്മൾ റുട്ടീനിലായിട്ട് നമ്മൾ ബ്ലഡ് ചെക്കപ്പുകളും ഒരു ഡോക്ടർ വിസിറ്റും ഒക്കെ നമ്മൾ ഒരു 30 വയസ്സിന് ശേഷം നമ്മൾ ശീലമാക്കണം. എന്നാൽ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ജീവിതം നമുക്ക് മുന്നോട്ട് കുറച്ചുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റും.